ക്രിമിനൽ കേസുകളിൽ വിചാരണ നേരിട്ട മകൻ ഹണ്ടർ ബൈഡന് നിരുപാധികം മാപ്പ് നൽകി US പ്രസിഡന്റ് ജോ ബൈഡൻ. തോക്ക് കേസിലും നികുതി വെട്ടിപ്പിലുമായിരുന്നു ഹണ്ടൻ ക്രിമിനൽ വിചാരണ നേരിട്ടത്. മകൻ വേട്ടയാടപ്പെട്ടെന്നും മനഃപൂർവ്വം കേസിൽ കുടുക്കിയതെന്നും വിശദീകരിച്ചാണ് ബൈഡന്റെ നീക്കം. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതു മുതലുള്ള നിലപാടിൽ നിന്നും മലക്കം മറിയുകയായിരുന്നു ജോ ബൈഡൻ. മകനെതിരായ കേസുകളിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇടപെടില്ല എന്നായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ ജോ ബൈഡൻ വ്യക്തമാക്കിയത്. അനധികൃതമായി തോക്ക് കൈവശം വെച്ച കേസിലും നികുതി വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിലുമാണ് വിചാരണ ഹണ്ടർ ബൈഡൻ നേരിട്ടത്. എന്നാൽ മകനെതിരെ നടക്കുന്ന വിചാരണ തീർത്തും പക്ഷപാതപരമെന്ന നിലപാടാണ് ബൈഡൻ മുന്നോട്ട് വയ്ക്കുന്നത്. കുറ്റകൃത്യം എന്തെന്ന് സംബന്ധിച്ച വിശദീകരണം ഒന്നും തന്നെ വിചാരണ വേളയിൽ ഉണ്ടായിരുന്നില്ല. നികുതി വെട്ടിപ്പ് സംബന്ധിച്ച ആരോപണം ക്രിമിനൽ കുറ്റവുമല്ല. നികുതി അടയ്ക്കാൻ വൈകിയാൽ പിഴപ്പലിശ ഉൾപ്പെടെ നികുതി ഒഴിവാക്കാനുള്ള അനുവാദം ഓരോ പൗരനുമുണ്ട്. അത്തരത്തിൽ എല്ലാ കുടിശ്ശികയും ഹണ്ടർ അടച്ചു തീർത്തിട്ടുമുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം ഹണ്ടറുടെ കാര്യത്തിൽ കുറ്റകൃത്യങ്ങളായി തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നുവെന്നാണ് ബൈഡന്റെ നിലപാട്. നീതിന്യായ വിഭാഗത്തിന്റെ നടപടികളിൽ ഇടപെടില്ലെന്ന നിലപാട് സ്വീകരിച്ചതുവഴി പ്രസിഡന്റായ തന്നെ പോലും ആക്രമിക്കാൻ ചിലർ തുനിഞ്ഞെന്നും അദ്ദേഹം പറയുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം വ്യക്തമാക്കിയാണ് മകനെ ബൈഡൻ മാപ്പ് നൽകിയിരിക്കുന്നത്. നടപടിക്കെതിരെ വിമർശനങ്ങളും അമേരിക്കയിൽ ഉയരുന്നുണ്ട്. ജനുവരി 20 പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കാനിരിക്കെ ധൃതി പിടിച്ച തീരുമാനം യുക്തിസഹമല്ലെന്ന വാദവും ശക്തമാണ്. 2014 ജനുവരി 1 മുതൽ 2024 ഡിസംബർ 1 വരെ ചുമത്തപ്പെട്ട എല്ലാ ക്രിമിനൽ ചാർജുകളിൽ നിന്നും ഹണ്ടർ ബൈഡനെ മാപ്പ് നൽകിക്കൊണ്ടാണ് പ്രസിഡന്റിന്റെ ഉത്തരവ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.